ഞാനിപ്പം യാത്ര ചെയ്യുന്നത് MC റോഡിലൂടെയാണ്. ഞാനൊരു വാഹനം നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം പിന്നീട് നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യമേ ഞാൻ കാണിക്കുന്ന വാഹനം ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഈ വാഹനമാണ്, ടൂറിസ്റ്റ് ബസ്സാണ്. ഒത്തിരി സങ്കടങ്ങളും വിഷമങ്ങളും തോന്നുന്നുണ്ട് ഈ വാഹനം കാണുമ്പോൾ. ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് കന്യാകുമാരി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരും വഴി കുറവലങ്ങാടിനും മോനിപ്പള്ളിക്കും ഇടയ്ക്ക് ചിങ്കലാൽ പള്ളിയുടെ വാതിക്കൽ മറിഞ്ഞ വാഹനമാണത്. അത് വലിച്ച് അങ്ങോട്ട് മാറ്റിയിട്ടേക്കോ. ഇതാണ് ചിങ്കലാൽ പാലം. നമുക്ക് ചിങ്കലാൽ പള്ളിയും വാഹനം മറിഞ്ഞ സ്ഥലവും ഒന്ന് പരിചയപ്പെടാം. ഇത് പള്ളിയിലോട്ട് കയറുന്ന വഴിയാണ്. പള്ളിയിലോട്ട് കയറുന്ന വഴി. ഈ സ്ഥലത്താണ് ഈ വാഹനം മറിഞ്ഞത്. ഈ സ്ഥലത്താണ്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളത് കൂടെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ വഴിയിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മളിപ്പം കോട്ടയത്തിനാണ് പോകുന്നത്. ഈ വണ്ടി കോട്ടയം ഭാഗത്തുനിന്ന് കണ്ണൂർക്ക് പോയതാണ്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ച് വരാം. ഇതിപ്പോൾ നമ്മൾ ചിങ്കലാൽ പള്ളിയുടെ വളവ് തിരിഞ്ഞ് നമ്മൾ പോവുക. നമുക്കൊന്ന് തിരിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാവുന്നത്. നമുക്ക് തിരിച്ച് വരാം. തിരിച്ച് വരുമ്പോഴുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കോട്ടയത്ത് നിന്ന് നമ്മൾ കണ്ണൂർക്ക് പോവുക. MC റോഡ്, തിരുവനന്തപുരം അങ്കമാലി MC റോഡ്. ഇതുണ്ടോ വഴി, കണ്ടോ? നല്ല സ്ട്രെയിറ്റ് വഴി. ഇതിങ്ങനെ വെമ്പള്ളി കവല മുതൽ 20 കിലോമീറ്ററോളം ഇതുപോലെ സ്ട്രെയിറ്റ് വഴിയാണ്. വഴി 2 വരിയല്ല 3 വരിയല്ല എന്നുള്ള രീതിക്കാണ് ഈ ടാർ ചെയ്തേക്കുന്നത്. നമ്മളൊരു ഒരു 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 ട്രക്കിനെ ഓവർടേക്ക് ചെയ്ത് കയറുവാണെങ്കിൽ, എതിരെന്ന് ഒരു ലൈറ്റ് മോട്ടോർ ഒരു കാറ് വരുവാണെങ്കിൽ, അയാളൊന്ന് ഒതുക്കി തരുവാണെങ്കിൽ ഒരു കാറിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും ഈ വഴിക്ക്. പക്ഷേ ചിലർ ഒതുക്കിയല്ല. വൃത്തികെട്ട ഡ്രൈവിംഗ് സംസ്കാരമുള്ളവർ വീണ്ടും നമ്മൾ ആ ട്രക്കിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും. അങ്ങനെ ഒത്തിരി അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കണ്ടോണം. നമ്മൾ ആ വളവിലേക്ക് ചെല്ലുക. അതായത് നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ്, ഇവിടെ ഒരു ചെറിയ വളവുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നല്ല സ്ട്രെയിറ്റ് റോഡാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് കണ്ടേ. നല്ല സ്ട്രെയിറ്റ് റോഡ്, MC റോഡ്. ഇത് കണ്ടോ? ഇങ്ങനെ പറന്ന് വണ്ടിയില്ല. ഡ്രൈവിങ് ഈ വഴി പരിചയമില്ലാത്തവർ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ സംഭവിക്കുന്ന തീവ്രമായ ഒരു അപകടമാണ് വരാൻ പോകുന്നത്. ആ ട്രക്ക് കിടക്കണ കണ്ടോ? വഴി നേരെ അങ്ങ് പോകാന്നല്ലോ ഓർത്തേക്കണേ. വഴി നേരെ അങ്ങ്. അപ്പോൾ ആ ട്രക്ക് കിടക്കുന്ന കൃത്യമായിട്ട് അവിടെ ഒരു ദിശാബോർഡും കൊടുത്തിട്ടില്ല. പെട്ടെന്ന് വണ്ടി വെട്ടിത്തിരിയും. കണ്ടോ? കറുകുത്തനെ വെട്ടിത്തിരിയും. കറുകുത്തനെ വെട്ടിത്തിരിയും വണ്ടി. ഇങ്ങനെ തിരിയോ? ഇത് ചിങ്കലാൽ പള്ളിയാണ്. അപ്പോൾ നോക്കുക, ഇങ്ങനെ കറുകുത്തനെ കണ്ടോ? വളവ് ഇങ്ങനെ കിടക്കണ കണ്ടോ? കറുകുത്തനെ വണ്ടി വെട്ടിത്തിരിയുക. അപ്പോൾ ആ വണ്ടി ഇവിടെ വന്ന് അവർ നേരെ പോകാമെന്ന് ഓർത്തുകൊണ്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേനും വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് വെട്ടിത്തിരിച്ചു. ആ വെട്ടിത്തിരിച്ചപ്പോൾ എന്താ പറ്റിയത്? ഇവിടെ വണ്ടി ഈ തേക്ക കൂട്ടി വണ്ടി അടിച്ച് വീണു. അവരുടെ ആ വണ്ടിയിലുണ്ടായിരുന്ന ഫുഡും അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ആ കിടക്കുന്നത്. MC റോഡിൽ പോകുന്നവർ, വഴി പരിചയക്കുറവുള്ളവർ വളരെയധികം ശ്രദ്ധിച്ചു പോകണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.